പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. അമേരിക്കൻ വൈസ് പ്രസിഡന്റും ഭാര്യയും ഭാരതം സന്ദർശിക്കും. ജെഡി വാൻസും ഉഷ വാൻസും ഈ മാസം അവസാനത്തോടെയാകും ഭാരതത്തിലെത്തുക എന്നതാണ് റിപ്പോർട്ട്. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, അമേരിക്കൻ വൈസ് പ്രസിഡന്റും ഭാര്യയും ഭാരതം സന്ദർശിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ. തീർച്ചയായും വിനോദ്, ഇപ്പോൾ അത് സംബന്ധിച്ച വിവരങ്ങൾ, ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നത് ഇവർ രണ്ടുപേരും ഈ മാസം തന്നെ ഭാരതം സന്ദർശിക്കുമെന്ന സൂചനകളാണ്. ഈ മാസം ഭാരതത്തിലെത്തും, അതുപോലെ തന്നെ ഈ മാസം മാർച്ച് മാസം അവസാനത്തോടെ ഭാരതത്തിലെത്തുമെന്ന വിവരമാണ് ലഭിക്കുന്നത്. വേറെ കൗതുകങ്ങൾ ഇവരുടെ യാത്രയുമായി ബന്ധപ്പെട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉഷ വാൻസ് ഈ ഇന്ത്യൻ ഒറിജിനുള്ള അല്ലെങ്കിൽ ഭാരത വംശജയായ ഒരു വ്യക്തിയാണ്. അവരുടെ ആദ്യ ഭാരതയാത്രയാണ് സെക്കൻഡ് ലേഡിയായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം, അല്ലെങ്കിൽ ജെഡി വാൻസ് വൈസ് പ്രസിഡന്റ് ആയതിനു ശേഷം സെക്കൻഡ് ലേഡിയായി അവർ ആദ്യമായി വരുന്നത് ഇപ്പോഴാണ് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇതേറെ കൗതുകകരമായ ഒരു കാര്യം അക്കാര്യത്തിലുണ്ടെങ്കിലും മറ്റ് ചില ചർച്ചകൾക്കുള്ള സാധ്യതകൾ, അതായത് ഭാരതവും അതുപോലെ അമേരിക്കയുമായുള്ള വിശാലമായ വൈവിധ്യമാർന്ന വിവിധമായ ചർച്ചകളുടെ സാധ്യതയാണ് ജെഡി വാൻസിൻ്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ടത്. ഇരു രാജ്യങ്ങളും തമ്മിൽ പല രംഗങ്ങളിലും ശക്തമായ സഹകരണം ഉണ്ടാകുന്നതിനുള്ള വിശദമായ ധാരണകൾ നേരത്തെ തന്നെ നരേന്ദ്രമോദിയുടെ അമേരിക്ക സന്ദർശന വേളയിലുണ്ടായിരുന്നു. ട്രംപുമായുള്ള കൂടിക്കാഴ്ചയിലെല്ലാം തന്നെ അത്തരം ധാരണകളുണ്ടായിരുന്നു. ഈ ധാരണകൾക്ക് പിന്നാലെയാണ് അദ്ദേഹത്തിൻ്റെ തന്നെ വൈസ് പ്രസിഡന്റ് കൂടിയായ ജെഡി വാൻസ് ഭാരതം സന്ദർശിക്കുന്നത്. പല വിഷയങ്ങളും നികുതി സംബന്ധമായതും അല്ലാത്തതുമായ നിരവധി വിഷയങ്ങളിൽ ചർച്ചകൾ ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ അന്താരാഷ്ട്ര തലത്തിലുള്ള ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു സന്ദർശനം കൂടിയായിരിക്കുമെന്ന കാര്യത്തിലും തർക്കമില്ല. സമാനമായി തന്നെ തുളസി ഗബ്ബാർഡും, നമുക്കറിയാവുന്നതാണ്, ഇൻ്റലിജൻസ് മേധാവി കൂടിയായ തുളസി ഗബ്ബാർഡും ഈ മാസം തന്നെ ഭാരതത്തിലെത്തുമെന്ന സൂചനകളെല്ലാം തന്നെ പുറത്തു വരുന്നുണ്ട്. ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യമാകാം എന്ന ചില സൂചനകളെല്ലാം തന്നെ പുറത്തു വരുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ തുളസി ഗബ്ബാർഡും വൈസ് പ്രസിഡന്റും ഈ 2 മാസത്തിനുള്ളിൽ ഭാരതം സന്ദർശിക്കുമെന്ന് പറയുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വലിയ ബന്ധം ശക്തമാക്കുന്നതിൻ്റെ ഭാഗമാണ്. പ്രത്യേകിച്ച് ഇൻ്റലിജൻസ് റിലേഷൻസ് എല്ലാം തന്നെ, ഇൻ്റലിജൻസ് വിവരങ്ങൾ കൈമാറുന്നതും അതുപോലെ തന്നെ മറ്റു അനുബന്ധ വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെടുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിർണായകമായ ഒരു പക്ഷേ ആ വിഷയത്തിൽ, ചർച്ചാ വിഷയത്തിൽ കടന്നു വരാനുള്ള ചില കാര്യങ്ങൾ, തുളസി ഗബ്ബാർഡുമായുള്ള ചർച്ചയിൽ കടന്നു വരാനുള്ള അല്ലെങ്കിൽ തുളസി ഗബ്ബാർഡിൻ്റെ സന്ദർശനത്തിൻ്റെ ഒരു ഉദ്ദേശം ഒരുപക്ഷെ തഹാവൂർ ഹുസൈൻ റാണയെ ഭാരതത്തിന് കൈമാറുന്നത് സംബന്ധിച്ചുള്ള വിഷയങ്ങൾ കൂടിയായിരിക്കും. അത് സംബന്ധിച്ചുള്ള വിവരങ്ങളും അനുബന്ധ ചർച്ചകളെല്ലാം തന്നെ നടക്കുമെന്ന സൂചനകളും ലഭ്യമാകുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം തന്നെ ഇനി വിദേശകാര്യ മന്ത്രാലയവും അനുബന്ധ ഡിപ്പാർട്ട്മെൻറ്റുകളും സ്ഥിരീകരിക്കേണ്ടതുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഈ അന്താരാഷ്ട്ര തലത്തിലുള്ള ബന്ധങ്ങൾ, അതായത് നയതന്ത്ര തലത്തിലും അല്ലാതെയുമായ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായാണ് ജെഡി വാൻസും ഒരു പക്ഷേ ജെഡി വാൻസിന് പിന്നാലെയോ അല്ലെങ്കിൽ അദ്ദേഹം എത്തുന്നതിന് മുമ്പോ തുളസി ഗബ്ബാർഡും ഭാരതം സന്ദർശിക്കുന്നത്. തീർച്ചയായും അടുത്ത കാലത്ത് തന്നെ പ്രധാനമന്ത്രി അമേരിക്കയിൽ സന്ദർശനം നടത്തിയിരുന്നു. അദ്ദേഹത്തിന് ഊഷ്മളമായ സ്വീകരണമാണ് അവിടെ ലഭിച്ചത്. വീണ്ടും അമേരിക്കൻ പ്രസിഡന്റായി ട്രംപ് വിജയിച്ചതിന് ശേഷമായിരുന്നല്ലോ നരേന്ദ്രമോദിയുടെ സന്ദർശനം. അപ്പോൾ നരേന്ദ്രമോദി അമേരിക്കയിൽ സന്ദർശിച്ചതിൻ്റെ ഒരു തുടർച്ചയായി ഈ ഭാരതത്തിലേക്കുള്ള വൈസ് പ്രസിഡന്റിൻ്റെ യാത്രയെ വിശേഷിപ്പിക്കാൻ കഴിയുമോ? തീർച്ചയായും അമേരിക്കൻ സന്ദർശനത്തിൻ്റെ തുടർച്ച തന്നെയാണ് വൈസ് പ്രസിഡന്റിൻ്റെ സന്ദർശനം. നമുക്കറിയാവുന്നതാണ്, നയതന്ത്ര തലത്തിൽ നിരവധിയായ ധാരണകൾ ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടാകുന്നതിന് വൈസ് പ്രസിഡന്റിൻ്റെ തന്നെ ഇടപെടലുണ്ടാകേണ്ട ചില രംഗങ്ങളുണ്ട്. അതുപോലെ തന്നെ പല ധാരണകളും ഒപ്പുവയ്ക്കാനുള്ള സാധ്യതകളെല്ലാം തന്നെ നിലനിൽക്കുന്നു എന്നതാണ് ഏറെ ഗൗരവമർഹിക്കുന്നൊരു വിഷയം. നയതന്ത്ര തലത്തിലുള്ള ബന്ധവും, അതായത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തമാക്കുന്നതിൻ്റെ ഭാഗം കൂടിയാണ് ഈ സന്ദർശനം എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇത് ഇൻ്റലിജൻസ് വിവരങ്ങൾ കൈമാറ്റം ചെയ്യുന്നത് സംബന്ധിച്ച്, അതായത് നമുക്കറിയാവുന്നതാണ്, ലോകം മുഴുവൻ ഈ നരേന്ദ്രമോദിയുടെ ആഗോള സഞ്ചാരത്തിൽ മുഴുവൻ, അല്ലെങ്കിൽ ലോകത്തെ എല്ലാ രാഷ്ട്രങ്ങളിലും അദ്ദേഹം സഞ്ചരിക്കുമ്പോൾ ഊന്നി പറയുന്ന ഒരു കാര്യമുണ്ട്. തീവ്രവാദ വിരുദ്ധ സഖ്യത്തെ ശക്തിപ്പെടുത്തുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ അടിസ്ഥാനപരമായ, അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ അടിസ്ഥാനപരമായ വിദേശ നയത്തിൻ്റെ ഒരു പ്രധാന ഘടകം. അതുകൊണ്ട് തന്നെ ഈ ഇൻ്റലിജൻസ് മേധാവിയും വൈസ് പ്രസിഡന്റും എല്ലാം തന്നെ സന്ദർശിക്കുമ്പോൾ ഇത്തരത്തിലുള്ള, അതായത് ആഭ്യന്തര സുരക്ഷയും അതുപോലെ തന്നെ മറ്റു അനുബന്ധ സുരക്ഷാ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഇൻ്റലിജൻസ് വിവരങ്ങളുടെ കാര്യമാകട്ടെ, അല്ലെങ്കിൽ അത് അത്തരത്തിൽ തീവ്രവാദത്തെ ഒരു സഖ്യമായി നിന്ന് പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായി പല ധാരണകൾ ഉണ്ടാകേണ്ടതുണ്ട്. അതുപോലെ തന്നെ പല കരാറുകൾ ഒപ്പുവയ്ക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള നീക്കങ്ങളെല്ലാം തന്നെ ഈ 2 നേതാക്കളുടെയും, അതായത് തുളസി ഗബ്ബാർഡിൻ്റെയും അതുപോലെ തന്നെ ജെഡി വാൻസിൻ്റെയും സന്ദർശനത്തിൽ യാഥാർത്ഥ്യമാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതെ, തീർച്ചയായും US വൈസ് പ്രസിഡന്റും ഭാര്യയും ഭാരതം സന്ദർശിക്കുന്നു. ജെഡി വാൻസും ഉഷ വാൻസും ഈ മാസം അവസാനത്തോടെയാകും ഭാരതത്തിലെത്തുക എന്നുള്ള വിവരങ്ങളാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ് പങ്കുവച്ചത്.